കാൽവരിയിൽ ഒരു യാഗം അറക്കപ്പെട്ടു. ആ യാഗം യാഗമായി നിന്നില്ല, അത് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്കും എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ നിയമം, ഒരു പുതിയ അധ്യായത്തിന്റെ ആരംഭമായി യേശു ക്രിസ്തു തന്റെ രക്തം എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആ പാനപാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് പുതിയ നിയമത്തിലെ രക്തം. എന്താണ് ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് പാപങ്ങളെ മായിക്കുവാൻ പോകുന്നു. പഴയ നിയമം മുതൽ രക്തത്തിന്റെ ഉടമ്പടികൾ പ്രസിദ്ധമായിരുന്നു. പഴയ നിയമത്തിൽ മാത്രമല്ല, പല പല ഗോത്രക്കാരും രാജ്യക്കാരും രക്തത്തിന്റെ ഉടമ്പടി അവർ പരസ്പരം ചെയ്ത് അവർ ഒരു ഉടമ്പടി ചെയ്ത് ഒരു നിയമനം കൊണ്ടുവരുമായിരുന്നു. എന്താണ് ഉടമ്പടി? ഒരു ബലവാനും ബലഹീനനും തമ്മിലാണ് ഉടമ്പടി. അല്ലെങ്കിൽ ഒരാൾ പേടിച്ചു നിൽക്കുമ്പോൾ ബലവാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ ഉടമ്പടി പറയുമ്പോൾ അവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ശരീരങ്ങളിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കും. ഒരു പാനപാത്രം എടുക്കും, ഒരു തുള്ളി രക്തം അതിൽ വീഴും. രണ്ട് കൂട്ടരുടെ രക്തം ഈ പാനപാത്രത്തിൽ വീണ് അതിൽ അവർ വീഞ്ഞ് പകർന്ന് കലർത്തിയ ശേഷം രണ്ടുപേരും ഈ പാനപാത്രത്തിന്റെ പകുതി കുടിക്കും. അത് കുടിക്കുമ്പോൾ അവർ വിളിച്ചു പറയുന്നത്, ഇന്ന് മുതൽ സ്വന്തം സഹോദരന്മാരെക്കാളും ശക്തമായ ബന്ധമാണ് നിന്റെയും എന്റേതും. എന്റേതുള്ളതെല്ലാം നിന്റേത് മുഴുവൻ എന്റേത് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു ആ ഉടമ്പടി. അവർ രണ്ടുപേരും അവരുടെ ശരീരങ്ങളിൽ അല്പം മുറിവേറ്റ് ഈ രക്തം വീഴുമ്പോൾ അവർ രക്തത്തെക്കാളും അതിനുശേഷം അവർ രണ്ടുപേരും കൈകോർത്ത് പിടിക്കും. അതിനുശേഷം വീണ്ടും അവർ ചെയ്യുന്നത്, അവർ ഗൺ പൗഡർ എന്ന് പറഞ്ഞാൽ വെടിമരുന്നെടുത്ത് ആ മുറിവിന്റെ മേൽ പെരട്ടും. എന്തിനാ പെരട്ടുന്നത്? അതൊന്ന് പഴുക്കുവാൻ. എന്തിനാ അത് പഴുപ്പിക്കുന്നത്? നാളെ ആ മുറിവ് കാണുമ്പോൾ അത് അവർക്ക് ഓർമ്മ വരണം, ഞാൻ ഇന്നയാളുടെ അതെ രക്ത ഉടമ്പടിയിൽപ്പെട്ട വ്യക്തിയാണ്. ബലവാനായിരിക്കുന്ന ഒരു വ്യക്തി ബലഹീനനുമായ ഒരു ഉടമ്പടി എന്തിനാ ചെയ്യുന്നത്? ബലഹീനൻ പറയുന്നത്, എനിക്ക് സ്വയമേ രക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ബലവാനെ നീ എന്നെ രക്ഷിക്കണം, എനിക്ക് നീയുമായിട്ട് ഒരു ഉടമ്പടിയിലെത്തണം. ബലവാൻ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഉടമ്പടിയിൽ സൈൻ ചെയ്യാണ്. എങ്ങനെയാ സൈൻ ചെയ്യുന്നത്? രക്തം ആ പാനപാത്രത്തിൽ ഒരു തുള്ളി രക്തം ഇട്ടുകൊണ്ട് താൻ ആ ഉടമ്പടിയിൽ അഗ്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമ്മതിക്കുമ്പോൾ ബലവാൻ ഇങ്ങനെയാ പറയുന്നത്, ഇന്ന് മുതൽ നിന്നെ പരിപാലിക്കാനും ഇന്ന് മുതൽ നിന്നെ കരുതുവാനും നിന്നെ മാത്രമല്ല നിന്റെ തലമുറ കാക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അബ്രഹാം വിഗ്രഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക്, വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പിതാവാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇറങ്ങി പുറപ്പെടുക. വേറെ ആരോടും ആലോചന ചോദിച്ചില്ല. ആരോടും ആലോചന ചോദിക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാം ഇറങ്ങി തിരിച്ച ശേഷം അനുസരണം കണ്ട പിതാവാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി തുടങ്ങാം. നമുക്ക് തമ്മിൽ ഒരു രക്തത്തിന്റെ ഉടമ്പടി ആകാം. എനിക്ക് പകരമായി കൂനമില്ലാത്ത ഒരു ആടിനെ നീ കൊണ്ടുവരണം, അതിനെ അറക്കണം. ഇന്ന് മുതൽ നിന്റെ കുടുംബത്തിലെ 8 വയസ്സ് തികയുന്ന എല്ലാ മെയിൽസ് എല്ലാം പുരുഷന്മാരെ, എല്ലാം പുരുഷ സന്തതികളെ പരിച്ഛേദന ചെയ്യണം. എനിക്ക് പകരമായി കൂനമില്ലാത്ത ആടിന്റെ രക്തം വീഴുന്നു. നിന്റെ തലമുറയിൽ ആ 8 വയസ്സ് പ്രായം 8 ദിവസം പ്രായമുള്ള പുരുഷന്റെ പരിച്ഛേദന അർപ്പിക്കുമ്പോൾ നമ്മൾ തമ്മിൽ രക്തത്തിന്റെ ഉടമ്പടിയായി തീരും. അങ്ങനെ അബ്രഹാമും ദൈവവും രക്തത്തിന്റെ ഉടമ്പടിയിൽ ഒന്നായി തീർന്നു. മറന്നു പോകരുത്, സോദോം ഗൊമോരയെ നശിപ്പിക്കുവാനായി ദൈവം ഒരുങ്ങുമ്പോൾ ദൈവം തിരിഞ്ഞ് അബ്രഹാമിന്റെ ആലോചന ചോദിക്കാനുള്ള ഒരു കാരണം, അബ്രഹാം താനുമായിട്ട് ഒരു രക്തത്തിന്റെ ഉടമ്പടിയുണ്ട്. അവനോട് ചോദിക്കാതെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ സാധിക്കാത്ത വിധം ആ ഉടമ്പടി തന്നെ God tied a covenant and bound himself in it. Hallelujah. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാം ദൈവത്തോട് കൂടെ നടക്കുവാൻ തുടങ്ങി. ദൈവം ഏറ്റെടുത്ത ഒരു കാര്യം, ദൈവം ബലവാനായതുകൊണ്ട് അബ്രഹാം ബലഹീനനായതുകൊണ്ട് ദൈവം ആ ഉടമ്പടിയോടെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ ഉടമ്പടി ലോക അവസാനം അല്ലെങ്കിൽ എന്നേക്കും നിലനിൽക്കും. നീ മാത്രമല്ല, നിന്റെ സന്തതികളുമായി ഈ ഉടമ്പടി നിലനിൽക്കും. ആകയാൽ നീ എന്റെ കൂടെ നടക്കണം. അബ്രഹാം ഈ ലോകത്തിൽ ദൈവത്തിന്റെ കൂടെ നടന്നു. അബ്രഹാം ബലഹീനനാണെങ്കിലും ബലവാനായിരിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞു, എന്റെ പ്രൊട്ടക്ഷൻ, എന്റെ മുഴുവൻ സമൃദ്ധി, എന്റെ സകലതും എന്റേതെല്ലാം നിന്റേത്, നിന്റെ മുഴുവൻ എന്റേത് എന്ന് ദൈവം തന്നെ താൻ താഴ്ത്തി ഒരു മനുഷ്യനുമായി ഒരു ഉടമ്പടി വെച്ചു.
അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ കാലം വന്നു. ഇസ്ഹാക്കിന്റെ കാലം കഴിഞ്ഞ് യാക്കോബിന്റെ കാലം വന്നു. യാക്കോബ് മുഖാന്തരമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായി. രക്തത്തിൽ ഉടമ്പടിപ്പെട്ട ഒരു വർഗം. അവരെ കണ്ടാൽ തന്നെ അവർ ഇത്രയും ചെറിയ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഒരു ചെറിയ കൂട്ടം. പക്ഷെ ലോകത്തിലെ ഒരു രാജ്യത്തിന് പോലും അവരെ തൊടുവാൻ സാധിച്ചില്ല. കാരണം ദൈവം അബ്രഹാമായി രക്തത്തിന്റെ ഉടമ്പടി ഉണ്ടായിരുന്നു. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാമുമായിട്ട് ദൈവവുമായിട്ടുള്ള ആ ഉടമ്പടി എന്നൊക്കെ ഒരു പുരുഷ കുഞ്ഞ് മേൽ ചൈൽഡ് പരിച്ഛേദന കഴിയുമ്പോൾ അന്ന് അബ്രഹാമും ദൈവം തമ്മിലുള്ള ഉടമ്പടിയിൽ ഈ പുരുഷനോട് അംഗമാകും. അതോടെ ദൈവം പറയും, ഈ കുഞ്ഞും അവന്റെ തലമുറയും നോക്കുവാനുള്ള ഉത്തരവാദിത്വം എന്റേത്. അങ്ങനെ ഇസ്രായേൽ ജനം നാൾക്ക് നാൾ ബലമാകുവാൻ തുടങ്ങി. ആർക്കും തൊടുവാൻ സാധിച്ചില്ല. ജെറൂസലേം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പട്ടണമായി മാറി. അതിന്റെ രഹസ്യം ഉടമ്പടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവർ ഈജിപ്തിലേക്ക്, അവർ മിസ്രൈലിലേക്ക് അവർ അടിമപ്പെട്ടു. അടിമയിൽ ആയിരിക്കുന്ന കാലത്ത് അവർ അടിമപ്പെട്ടു. അവർക്ക് യാതൊരു തരത്തിലും ഇനി രക്ഷയില്ല. ഉടമ്പടി അവർ മറന്നുപോയി. അവർ സ്വയത്തിൽ ആശ്രയിച്ചു. അവർ അടിമകളായി അവിടെ 400 വർഷം നിൽക്കുമ്പോഴും ദൈവം തന്റെ ഉടമ്പടി മറന്നുപോയില്ല. ദൈവം തനിക്ക് വേണ്ടി ഇവരുടെ വിടുതലിന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനെ അയച്ചു. അവന്റെ പേരായിരുന്നു മോശ വന്ന് ആദ്യമേ ചെയ്തത് അവനൊരു യാഗം അർപ്പിച്ചു. യാഗം അർപ്പിച്ചതോടെ ആ അബ്രഹാമും ദൈവവും തമ്മിലുള്ള രക്തത്തിന്റെ ഉടമ്പടി ദൈവത്തിന് ഓർമ്മ വന്നു. ദൈവം പറഞ്ഞു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവർ അബ്രഹാമിന്റെ ഉടമ്പടിയിൽപ്പെട്ടതായതുകൊണ്ട് അവരെ ഞാൻ വീണ്ടെടുക്കും. ലോക ചരിത്രത്തിൽ ഇതുപോലെ നടക്കാത്ത ഒരു പുറപ്പാട് നടന്നു. ഏകദേശം 25 ലക്ഷം പേര് മരുഭൂമിയിലൂടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവത്തിന്റെ ചിറകന്റെ കീഴെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ 30 ലക്ഷം പേര് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരൊറ്റ കുഞ്ഞും രോഗികളായി തീർന്നില്ല. അവരുടെ ശരീരം ജീർണിച്ചില്ല. എന്താ, അവന്റെ ചെരുപ്പ് പോലും തേഞ്ഞില്ല. അതിന്റെ കാരണം രക്തത്തിന്റെ ഉടമ്പടി. ഹല്ലേലൂയ. ചേർന്ന ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അബ്രഹാമായി ദൈവം കൊടുത്ത ഉടമ്പടി ദൈവം ഒരിക്കലും വാക്കുമാറത്തില്ല. മറന്നു പോകരുത്. അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ യാഗം കഴിപ്പിക്കണമെന്ന് ചെയ്തപ്പോൾ അബ്രഹാം സന്തോഷത്തോടെ പോയി യാഗം കഴിപ്പിക്കാനുള്ള കാരണം അബ്രഹാമിനറിയാം, രക്തത്തിൽ ഉടമ്പടിയായിരിക്കുന്ന എന്റെ കൂട്ടുകാരനായിരിക്കുന്ന ഈ ദൈവം ഒരിക്കലും എനിക്ക് നാശം വരുത്തത്തില്ല. ഇന്ന് പകൽ ഒരു കാര്യം പറയാം, അബ്രഹാമിന്റെ ഉടമ്പടിയിൽപ്പെട്ടതല്ല നമ്മൾ യേശുവിന്റെ ഉടമ്പടിയായതുകൊണ്ട് ഇന്ന് പകൽ ഒരിക്കലും തിന്മ കൊണ്ട് നിന്നെ പരീക്ഷിക്കുന്ന ദൈവം മല്ല, നന്മ കൊണ്ട് അനുഗ്രഹിച്ച് നിന്നെ അനുഗ്രഹിച്ച് നാട്ടുകാർക്ക് മുഴുവൻ അസൂയ വരുന്ന തക്കവണ്ണം അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 25 ലക്ഷം പേർ മരുഭൂമിയിലൂടെ പോകുന്നു. ചിലർ പറയുന്നു ക്രിസ്തീയ ജീവിതം മരുഭൂയാത്രയാ. യെസ്, മരുഭൂമിയിലൂടെ നീയും ഞാനും പോകുന്നത്. എന്നാൽ ആ ജനത്തെ എയർ കണ്ടീഷൻ പോലെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നടത്തിയ ദൈവം, ഇന്ന് ആ ദൈവം മോശയല്ല മധ്യസ്ഥൻ, തന്റെ പുത്രനായ